ഇത്തിരി ഫോണൊന്ന് ക്യാമറ കണ്ടില്ല, കുറച്ച് താത്താണ് കൂടെ. നമസ്കാരം. ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിയും എത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താലിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞിട്ട് എത്ര സന്തോഷം. ഇതാണ് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 പിന്നെ 2 കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ് പറയാം. എന്നും എല്ലാവരുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം, അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയുന്നത് അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസം സന്തോഷം. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രം. 11th. ശരി, താങ്ക് യു. സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ്. എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യവും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്, എൻ്റെ മഷൂര്. അതേപോലെ ഇപ്പം മണ്ഡലകാലമാണ്. ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തർ ഉണ്ടായിരുന്നു. അവരൊക്കെ തമിഴ് ആളുകൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു. അതായത് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാം, കണ്ടന്റ്, സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു. എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ്, പുതിയ ഫേസാണ്. മൈ പാർട്ട്ണർ ദാർലി, ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് എന്നെ ബ്ലസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ
We apologize from our side. And thank you so much for blessing us. വൈഫ് തങ്കമെന്ന് വിളിക്കുന്നത് ഭയങ്കര വയറിലാണ്. കാളിദാസൻ അങ്ങനെ വിളിച്ചാണ് കേട്ടിട്ടില്ല. എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ, നല്ലൊരു സന്തോഷം. കാളിദാസൻ തിരിച്ചു വിളിക്കാവുന്നു. Say something. Thank you so much. അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാനറിയില്ല. ഇങ്ങനെ ഒരു ഇമോഷണൽ മൂമെന്റ്, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഇനഫ്. സോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചെയ്യാതെ ഭയങ്കര ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഭയങ്കര അൺറിയൽ ആണ്. ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കാളിദാസൻ ഓടിക്കോ.